മഹാരാഷ്ട്രയിൽ ഐക്യത്തിന്റെ സൂചന നൽകി ശിവസേന തലവൻ ഉദ്ധവ് താക്കറെയും MNS നേതാവ് രാജ് താക്കറെയും ഇന്ന് ഒരേ വേദിയിൽ എത്തും. 2 പതിറ്റാണ്ടിന് ശേഷമാണ് ഇരുവരും വേദി പങ്കിടുന്നത്. ഹിന്ദി 3ാം ഭാഷയാക്കാനുള്ള സർക്കാർ നീക്കം പരാജയപ്പെടുത്തിയതിന്റെ ആഘോഷ പരിപാടിയാണ് ഇന്ന് നടക്കുന്നത്. ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങളുമായി. ശ്രീനാഥ്, ഇത് ഈ ഒരു പരിപാടിയുടെ ഭാഗമായുള്ള ആഘോഷം എന്നതിനേക്ക് അപ്പുറത്തേക്ക് ഒരു ഐക്യത്തിന്റെ സൂചന കൂടി നൽകുന്നതാണോ? തീർച്ചയായും ഇരു പാർട്ടികളെയും സംബന്ധിച്ച് ഒരു ഐക്യം അവർക്ക് പ്രധാനപ്പെട്ടതാണ്. കാരണം സമീപകാലത്ത് ഉദ്ധവ് താക്കറെ ആവട്ടെ 2022 ശിവസേന പിളർന്നതോടെ ഉദ്ധവിൻ്റെ ശക്തി വളരെ കുറഞ്ഞിട്ടുണ്ട്. നമ്മൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് കണ്ടതാണ്. ലോക്സഭയിൽ പിന്നെയും പിടിച്ചു നിന്നെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും ശിവസേനയ്ക്ക് വലിയ തിരിച്ചടി കിട്ടി. മറുവശത്ത് രാജ് താക്കറെ ആവട്ടെ MNS എന്ന പാർട്ടി 2006 രൂപീകരിക്കുന്നത്. ഉദ്ധവിനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള ബാൽ താക്കറയുടെ നീക്കത്തിൽ പ്രതിഷേധിച്ച് 2005 പാർട്ടി വിട്ടതാണ്. പിന്നീട് MNS 2006 രൂപീകരിച്ച് ഒരു ശക്തിയൊക്കെ തുടക്കത്തിൽ വളർന്നു വന്നതാണ്. പക്ഷേ പിന്നീട് വളരെ മോശം പ്രകടനം തെരഞ്ഞെടുപ്പിൽ കാഴ്ചവെക്കുകയും മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ഏതാണ്ട് അപ്രസക്തനാവുന്ന സാഹചര്യത്തിലേക്ക് രാജ് താക്കറെ എത്തുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇരു പാർട്ടികളെയും സംബന്ധിച്ച്, ഇരു നേതാക്കളെയും സംബന്ധിച്ച് ഒരുമിച്ച് പോകേണ്ടത് ഈ ഒരു സമയത്ത് അനിവാര്യത ഏതാണ്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇരുവരും ഐക്യത്തിൻ്റെ സന്ദേശം, സൂചനകൾ പലപ്പോഴും പല ഘട്ടങ്ങളിലും സമീപകാലത്ത് നൽകിയത്. അതിനൊരു കാരണം എന്നുള്ള രീതിയിലാണ് മറാഠ വികാരവുമായി ബന്ധപ്പെട്ട് മറാഠ ഭാഷയെ ഹിന്ദി ഭാഷ കൊണ്ട് മറികടക്കാൻ BJP ശ്രമിക്കുന്നു എന്നൊരു വാദമുയർത്തുന്നു. 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെ ഹിന്ദി നിർബന്ധിത 3ാം ഭാഷയാക്കാനുള്ള തീരുമാനത്തിനെതിരെ ഒരു പ്രതിഷേധത്തിന് ഇരുവരും മുന്നോട്ട് വരുന്നു. ഇന്ന് യഥാർത്ഥത്തിൽ ഇരു പാർട്ടികളും ചേർന്നൊരു പ്രതിഷേധമായിരുന്നു നടക്കേണ്ടത്. പക്ഷേ അത് മുന്നിൽ കണ്ടാണ് സംസ്ഥാന സർക്കാർ ഈ നീക്കം, ഹിന്ദി 3ാം ഭാഷയാക്കാനുള്ള നീക്കം ഉപേക്ഷിച്ചത്. അതോടെയാണ് ഈ പരിപാടി അതൊരു വിജയാഘോഷമാക്കി, പ്രതിപക്ഷത്തിൻ്റെ ഈ പ്രതിഷേധം ഫലം കണ്ടതിൻ്റെ ഒരു വിജയാഘോഷമാക്കി മാറ്റിയത്. ഏതായാലും ഇരു പാർട്ടികളും ഒരുമിച്ച് പോകാനുള്ള ഒരു പുതിയ സഖ്യം രൂപീകരിക്കാനുള്ള ഒരു സാധ്യതയാണ് മഹാരാഷ്ട്രയിൽ തെളിഞ്ഞു വരുന്നത്. അതിൻ്റെ ആദ്യ പരിപാടിയാണ് ഇന്ന് രാവിലെ 11 മണിക്ക് നടക്കാൻ പോകുന്ന ഈ പരിപാടി. അനുജ, 2 പതിറ്റാണ്ടിന് ശേഷമാണ് ഉദ്ധവ് താക്കറെയും രാജ് താക്കറെയും ഒരേ വേദിയിൽ എത്തുന്നത്. ഐക്യത്തിന്റെ സൂചന നൽകുന്നതാണ് ഇത് എന്നുള്ളതാണ് വിവരം.